இது பூத்து சுண்டு விரல் தீண்ட பொம்பளைய போல வெக்கம் வருதே. ഇപ്പോഴേ പറഞ്ഞേക്കാം, എല്ലാ പരിപാടിയും ഗംഭീരാക്കണം. അതെ അതെ, അത് ഞാൻ അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. നീ എന്നെ ഇവിടെ, നിനക്ക് ഇവിടെ ഒരു പങ്കുമില്ല മോനെ. യു ഗോ ഗോ ഔട്ട് ഔട്ട്. അത് വളരെ ശരിയായ ഒരു കാര്യമാണ്. ആദി, നിനക്ക് ഇവിടെ ഒരു പങ്കുമില്ല. അനുകുട്ടി അപ്പുറത്ത് ഒറ്റയ്ക്കിരിപ്പുണ്ട്, അവളുടെ അടുത്ത് പോയിരുന്നോ മോനെ? ഇനി എന്നാ നോക്കി നിൽക്കുക? വിട്ടോ വിട്ടോ മോനെ. ഇത് ഇവിടുത്തെ പരിപാടിയാന്നേ. എനിക്കറിയണ്ട എന്റെ കല്യാണ കാര്യങ്ങള്. നീ അറിയണ്ട, നിനക്കെല്ലാം സർപ്രൈസ്. ഓക്കെ, യു ഗെറ്റ് ഔട്ട്. നോക്കിക്കോടാ, എനിക്കും വരും ഇങ്ങനെ ഒരു ചാൻസ്. അപ്പൊ ഞാൻ ഇതിന്റെ പണി തരാട്ടാ. ഓ ആയിക്കോട്ടെ, അതിനു വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോ വെഡിങ് കമ്മിറ്റി, കമോൺ, നമുക്ക് അടുത്ത പ്ലാനിങ് നടത്താം. ഈ അനു ഇത് അനു ഇപ്പൊ ആലോചിച്ചതേ ഉള്ളൂ എവിടെ പോയിന്ന്. കമ്മിറ്റി ആദ്യമായിട്ടിനെയും ചവിട്ടി പുറത്താക്കിയല്ലേ? ആടി, ആ പരട്ടകൾ എന്നെയും ചവിട്ടി പുറത്താക്കി. എന്തിന്റെ കേടാണാവോ? ഞാനപ്പോ ഒറ്റയ്ക്ക് നടന്നപ്പോ നീ എവിടെയാന്ന് അറിയാൻ വേണ്ടി വന്നതാ. ആദ്യേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അതിനെന്തിനാടി ഈ മുഖവരിയൊക്കെ? നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാലോ. പറഞ്ഞോ. എന്തായാലും കല്യാണം കഴിഞ്ഞ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ മുത്തശ്ശി ഒറ്റയ്ക്കാവില്ലേ? മുത്തശ്ശീനെയും കൂടി നമുക്ക് കൂടെ കൊണ്ടുപോയാലോ? ഇതായിരുന്നു ഇത്രയും വലിയ ആനക്കാര്യം. ഞാനും വിചാരിച്ചു വലിയ എന്തോ വിഷയമാണ്. പിന്നെന്നാ, ലച്ചൂട്ടീനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ടൊന്നും ഞാനും പോയില്ല. നമ്മൾ കൂടെ കൊണ്ടുപോകും. ഇനി ലച്ചൂട്ടിക്ക് വരാൻ പറ്റില്ലെങ്കിൽ അവിടെയാണ് പ്രോബ്ലം വരുന്നത്. അവിടെയാണ് ഒരു പ്രശ്നം. ലച്ചൂട്ടി ഇവിടുന്ന് വരുമോന്ന് പറയാൻ പറ്റില്ല. ആ കാര്യം ആലോചിച്ച് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. താങ്ക്സ് ആദ്യേട്ടാ ഫോർ അണ്ടർസ്റ്റാൻഡിങ് മീ. വേറെ ആരേക്കാൾ കൂടുതൽ, നിന്നേക്കാൾ കൂടുതൽ നിന്നെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് പെണ്ണെ. എന്നോട് ഈ താങ്ക്സ്, സോറി എന്നുള്ള ഫോർമൽ വേർഡ്സ് അതൊന്നും വേണ്ട. ആഹാ, സാഹിത്യമൊക്കെ വരുന്നുണ്ടല്ലോ. അതൊക്കെ ഇനി പതിയെ പുറത്തു വരും, നിനക്ക് വേണ്ടി. ഞങ്ങൾക്ക് അകത്തേക്ക് വരാവോ? അതിനെന്താ, അകത്തേക്ക് വന്നോ. എന്തായിരുന്നു രണ്ടുപേരും മുറിക്കകത്തൊരു പരിപാടി? ജയേട്ടാ, നോ, അങ്ങനെ പറയരുത്. ഞങ്ങള് വർത്താനം പറഞ്ഞിരിക്കുവായിരുന്നേ. കമ്മിറ്റിക്കാര് ഞങ്ങളെ പുറത്താക്കി. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞങ്ങളൊരു കാര്യം പറയാനാ വന്നത്. എന്താ ആന്റി, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഉണ്ട്, പ്രോബ്ലം ഉണ്ട്. നീ ആദ്യം ഈ ആന്റി വിളി ഒന്ന് നിർത്തിയിട്ടേ അമ്മാന്നൊന്ന് വിളിച്ചേ. അതൊരു മെയിൻ പ്രോബ്ലം ആണ്. എന്നാടി നോക്കുന്നേ? നീ ചെറുപ്പം തൊട്ട് അങ്ങനെ ആരെയും വിളിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. ഇനി തൊട്ട് നീ എന്നെ അമ്മേന്ന് വിളിച്ചാ മതി, കേട്ടോ? താങ്ക്സ് അമ്മ. താങ്ക് യു സോ മച്ച്. അമ്മയൊന്ന് പോയേ. നോക്കിയേ, എന്റെ പെണ്ണിനെ കരയിപ്പിച്ചു. അനു, കരയല്ലേ, ഇങ്ങോട്ട് നോക്ക്. ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഇതുവരെയും ഒരച്ഛന്റെയോ അമ്മയുടെയോ സ്നേഹം എന്താന്ന് അറിഞ്ഞിട്ടില്ലാന്ന് നന്നായിട്ടറിയാം. സോ ഇനി തൊട്ട് നീ ഇവർ രണ്ടുപേരും അമ്മേന്നും അച്ഛനും വിളിച്ചാ മതി, കേട്ടോ? ദേ ആർ ലൈക്ക് യുവർ ഓൺ പാരന്റ്സ്. ഇനി കരയരുത്. നല്ലൊരു കാര്യം പറയാനാണ് ഞങ്ങൾ വന്നത്. അപ്പൊ കരച്ചിലും പിഴിച്ചിലൊക്കെ മാറ്റി വെച്ച് ഒന്ന് ചിരിച്ചേ. ഞങ്ങള് ജോൽസിനെ പോയി കണ്ടു, ഡേറ്റ് കുറിച്ചു, എല്ലാം ചെയ്തു. നിങ്ങളുടെ ജാതകം നോക്കി, പൊരുത്തം 10-10.
അതങ്ങനെയേ വരൂ, കാരണം ഞങ്ങൾ രണ്ടുപേരുടെയും ജാതകമാണല്ലോ നോക്കിയത്. ഓ ഓ, പൊങ്ങല്ലേ മോനെ, പൊങ്ങല്ലേ. ആ, അപ്പൊ പറഞ്ഞു വന്നത്, ഡേറ്റ് കുറിച്ചിരിക്കുന്നത് നെക്സ്റ്റ് മന്ത് 22 ആണ്. കുറച്ച് നേരത്തെയാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ ഇത് ജോത്സ്യന്റെ ഒപ്പീനിയൻ ആയിരുന്നു. നിങ്ങളുടെ ദോഷ സമയം മാറി നിൽക്കുന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം എന്നാണ് ജോത്സ്യം പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഡേറ്റ് നോക്കി തീരുമാനിച്ചത്. സോ ബി റെഡി, ഓക്കെ? പിന്നെ ബാക്കി പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മൾ നോക്കിക്കോളും. നിങ്ങൾ രണ്ടുപേരും അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അപ്പൊ നാളെ തൊട്ട് ഓട്ടത്തോടോട്ടമായിരിക്കും. അപ്പൊ നമ്മള് ജോലിയെല്ലാം ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. യു അണ്ടർസ്റ്റാൻഡ്? അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളല്ലേ നിങ്ങളെ വിളിച്ച് കൂട്ടിയത്. ആര്യം, കാര്യം പറ മോനെ. നീ ചുപ് കറോ, ഞാൻ പറയാം. അപ്പൊ ആന്റി, ആദ്യം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഇവർക്കൊരു എൻഗേജ്മെന്റ് പോലെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അതിന്റെ ആവശ്യമില്ലാന്ന് തോന്നിയതുകൊണ്ടാണ് ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതിരുന്നത്. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ തീരുമാനിച്ച കാര്യമില്ലേ, അപ്പൊ പിന്നെ എൻഗേജ്മെന്റിന്റെ ആവശ്യമൊക്കെ ഉണ്ടോ? ഓ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എങ്കിൽ അത് നമുക്ക് വേണ്ട, ഒഴിവാക്കാം. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഫുഡാണ്. വാ തുറന്ന കഴിക്കണം ഉറങ്ങണം, കഴിക്കണം ഉറങ്ങണം. അങ്ങനെ പറയരുത്. താനൊരു പ്രൊഫസർ അല്ലേ. ഈറ്റിംഗ് ഈസ് അവർ ബേസിക് നീഡ്. അത് തനിക്ക് അറിയില്ലേ? എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആ വായൊന്ന് അടച്ചു വെക്കൂ. പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യാനാണ് ഇവിടെ വന്നു നിൽക്കുന്നത്. ഓക്കെ? ആ, വിഷയത്തിലേക്ക് കടക്കൂ. ഡ്രസ്സിംഗ് സെക്ഷൻ ആര് നോക്കും? ഡ്രസ്സിംഗ് സെക്ഷന്റെ കാര്യം ഞാൻ ഏറ്റു. എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് അല്ലേ, അത് ഞാൻ സെറ്റ് ആക്കിക്കോളാം. നമുക്കല്ല, അവർക്കുള്ള ഡ്രസ്സാണ് മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. 1 ഹൽദി പ്രോഗ്രാമിനുള്ള ഡ്രസ്സ്, 2 കല്യാണത്തിനുള്ള ഡ്രസ്സ്, 3 സേവ് ദ ഡേറ്റിനുള്ള ഡ്രസ്സ്. അങ്ങനെ മൊത്തത്തിൽ ഒരുപാട് ഡ്രസ്സിന്റെ കാര്യം നീ തന്നെ നോക്കേണ്ടി വരും. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. എന്തായാലും നീ കാവ്യനെയും കൂടെ കൂട്ടിക്കോ. കാവ്യയും പിന്നെ തുമ്പിയും. ആ, അങ്ങനെങ്കിൽ അങ്ങനെ. സോ കീർത്തന, കാവ്യ, തുമ്പി, ഇവര് 3 പേരുമാണ് ഡ്രസ്സിന്റെ കാര്യം നോക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോഷൂട്ട് നടത്താനുള്ള ക്യാമറമാനെ സെറ്റാക്കണം. അതാര് സെറ്റാക്കും? ക്യാമറമാനെ സെറ്റാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആള് നല്ല ഫോട്ടോഷൂട്ടറാ. ഓക്കെ, അപ്പൊ അതും ടിക്ക്. ആ, ഇനിയുള്ളത് ഇൻവിറ്റേഷൻ കാർഡിന്റെ പരിപാടി. അത് ആര് നോക്കും? അതും വേണമെങ്കിൽ ഞാൻ തന്നെ നോക്കിക്കോളാം. ഇൻവിറ്റേഷൻ കാർഡ് അല്ലേ, അത് ഞാൻ സെറ്റ് ആക്കിക്കോളാം. ഓക്കെ, ഇനി ഇത് കൊടുക്കാനുള്ള ടീംസ് ആണ് വേണ്ടത്. ആരൊക്കെ പോകും? അതാലോചിച്ച് പേടിക്കണ്ട, അത് നമുക്ക് സെറ്റ് ചെയ്യാം. കാരണം നമ്മുടെ ഫ്രണ്ട്സിനെ കുറച്ച് പേരെ കൂട്ടി, പിന്നെ വീട്ടിൽ നിന്ന് ഇവിടുന്ന് 2 പേരെയും കൂട്ടി, പിന്നെ ശ്രീയേച്ചി വരത്തില്ലേ, ശ്രീയേച്ചിനെയും കൂട്ടി നമുക്ക് പോവാം. ഓക്കെ, ആ ഭാഗം ക്ലിയർ ആയി. പന്തല് പണി തുടങ്ങിയ അലങ്കാര പണികളൊക്കെ ആരേറ്റെടുക്കും? ആ, അത് ഞാനും ഹരിയും. ഞങ്ങൾ രണ്ടുപേരും കൂടി പന്തലുമണി, അലങ്കാരം തുടങ്ങിയ സകല കാര്യങ്ങളും നോക്കുന്നതായിരിക്കും. പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ആണ് ഫുഡ്. ഫുഡിന്റെ കാര്യം ആര് നോക്കും? ഞാൻ ഇരുക്ക ഏൻ ഭയം. തീറ്റ കുടി സംഭവങ്ങളുടെ എല്ലാം ഞാൻ നോക്കിക്കോളാം. ഓക്കെ അല്ലേ? അതും സെറ്റ്. പിന്നെയുള്ളത് ഓർണമെന്റ്സ്. അത് ഞാൻ അടങ്ങുന്ന എല്ലാ പെൺപടയുമായിരിക്കും അതിന്റെ മുഖ്യ നേതൃത്വം വഹിക്കുന്നത്. പിന്നെ റിസപ്ഷൻ പാർട്ടിക്കുള്ള ഓഡിറ്റോറിയം തുടങ്ങിയവയെല്ലാം സെറ്റാക്കേണ്ടത് അബി ആൻഡ് ഹരി. ഓക്കെ അല്ലേ? ഇനി ഡാൻസ് ഇല്ലാണ്ട് എന്ത് കല്യാണം? സോ ഡാൻസ് എല്ലാരും കളിച്ചിരിക്കണം, അത് നിർബന്ധമാണ്. ഹലോ, അപ്പൊ എങ്ങനെയാ കാര്യങ്ങള്? നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയല്ലേ ചെയ്യണ്ടേ? ഇവിടെ കല്യാണ പരിപാടിയുടെ കാര്യങ്ങളും അതൊക്കെ ആയിട്ട് ഭയങ്കര തകൃതമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഹേ, ആ സന്തോഷത്തിന് ആയുസൊന്നുമില്ല, താൻ പേടിക്കണ്ട. അത് തല്ലിക്കെടുത്താനുള്ള എല്ലാ സംഭവങ്ങളും ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ? പിന്നെ ഈ അണയാൻ പോകുന്ന തീയെ ലാസ്റ്റ് ആകുമ്പോൾ ഒന്ന് എരിഞ്ഞു കത്തും. അതാണ് അവർ ഈ കാണിക്കുന്ന സന്തോഷമെല്ലാം. ദിവസങ്ങൾ കടന്നു പോകവേ കല്യാണത്തിന്റെ ഒരുക്കമൊക്കെ നല്ല തകൃതമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഓർണമെന്റ് എടുക്കാൻ പോകുന്ന ദിവസത്തിന്റെ അന്ന്. അപ്പൊ എങ്ങനെയാ മക്കളെ, ഇറങ്ങല്ലേ? ആ അമ്മേ, ഇറങ്ങാം. പിള്ളേരും കൂടി ഇനി റെഡിയായാ മതി. പിള്ളേരെ ഒന്ന് വേഗം ഇറങ്ങണേ, സമയമില്ല. വന്നു ഞങ്ങൾ. അപ്പൊ എങ്ങനെയാ, പോവല്ലേ? വന്നോ? ഹോ, ഇന്നെങ്ങാണ് ഒരുങ്ങി തീരുവായിരുന്നോ? വാ പോവാ. മോളെ അനു, ഈ വളയൊന്ന് ഇട്ട് നോക്കിയേ. മതി അമ്മേ, ഇത് മതി. നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആയിക്കോട്ടെ, മോളുടെ ഇഷ്ടം പോലെ എടുക്കാം. ഇതെടുക്കാം എന്നാ. ഇത് പാക്ക് ചെയ്തോട്ടോ. പിന്നെ താലിയുടെ കാര്യം ആദ്യം വരണം, കാരണം അവനെ തീരുമാനിക്കണം എന്ന് നിർബന്ധം പിടിച്ചിട്ടുണ്ട്. സോ അവൻ സെലക്ട് ചെയ്യുന്നത് വെച്ച് നമുക്ക് നോക്കാം കേട്ടോ. ആൻറ്റി, ഞങ്ങൾ എല്ലാവരും പ്രോഗ്രാമിന് ഒരുപോലത്തെ ഓർണമെന്റ്സ് എടുത്താൽ എങ്ങനെയിരിക്കും? കലക്കും, സൂപ്പറായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോ. ദേ ആദ്യേട്ടൻ വന്നു. മോനെ ആദി, ഇത് ജ്വല്ലറി ഷോപ്പാണ്. നമ്മള് ഓർണമെന്റ്സ് എടുക്കാനാണ് വന്നത്. ഈ സൊള്ളലും നോക്കലൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പോരെ മോനെ? സർ, താലി എങ്ങനത്തെ ഡിസൈനാണ് ഉദ്ദേശിക്കുന്നത്? താലി ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അത് നോക്കാനാ നേരത്തെ അപ്പുറത്തെ സൈഡിലേക്ക് പോയത്. ദേ, ഈ ഡിസൈനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അനു, നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വേറെ എടുക്കാം. ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതെടുത്താൽ മതി. എങ്കിൽ ഇത് പാക്ക് ചെയ്തോട്ടോ. ഓക്കെ മാം. വേറെ എന്തെങ്കിലും ഡിസൈൻസോ വളയോ അങ്ങനെ എന്തെങ്കിലും നോക്കുന്നുണ്ടോ? ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഏയ്, എനിക്കൊന്നും വേണ്ടടോ. എല്ലാം പിള്ളേരെടുത്തോളും. അവർക്ക് കാണിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഓർണമെന്റ്സ് ഒക്കെയായി, ഡാൻസ് ഒക്കെയായി, ഡ്രസ് ഒക്കെയായി, എല്ലാം സെറ്റ് ചെയ്ത് ഇവരുടെ ഹൽദി പ്രോഗ്രാമിന്റെ അന്ന്. എടി റിച്ചു, എല്ലാം സെറ്റ് അല്ലേ? ദേ, അവിടെ കുറച്ച് ലൈറ്റ് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ടേക്ക് ഒന്ന് പോട്ടെ. ആ വിട്ടോ, ഞാൻ അനുക്കുട്ടീന്റെ അടുത്തേക്ക് ഒന്ന് ചെല്ലട്ടെ. റിച്ചു, ജയനങ്കളിനെ കണ്ടോ? രാധുവിന്റെ അപ്പുറത്ത് അന്വേഷിക്കുന്നുണ്ടെന്ന് പറയണേ, കണ്ടാലേ? ആ, ഞാൻ പറഞ്ഞോളാം. എടി, സമയമായില്ലേ പ്രോഗ്രാം തുടങ്ങണ്ടേ? ഇവരെന്താ ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്തേ? ആ, തുടങ്ങിയെന്നാ തോന്നണേ. വാ, അങ്ങോട്ട് പോവാം. Ladies and gentlemen, we welcome you all to the Haldi program of Advik Jayakrishnan and Anahida Ramakrishnan. വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂത്തിങ്കൾ, കണ്ണിൽ കണ്ണിൽ നാടിച്ചെത്തി നക്ഷത്ര പക്ഷി. വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂത്തിങ്കൾ, കണ്ണിൽ കണ്ണിൽ നാടിച്ചെത്തി നക്ഷത്ര പക്ഷി. മെല്ലെ മെല്ലെ മുല്ലേ തരുമുന്നാടിത്തേ, എല്ലാം എല്ലാം നിന്നോടൊരു ചൊല്ലായി ചൊല്ലാം. വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂത്തിങ്കൾ, കണ്ണിൽ കണ്ണിൽ നാടിച്ചെത്തി നക്ഷത്ര പക്ഷി. അഭിയേട്ടാ, ആദ്യേട്ടനെ കണ്ടോ? പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം കണ്ടതേ ഇല്ലല്ലോ.
ആദി ഇവിടെ കൂട്ടുകാരുടെ കൂടെ എവിടെയെങ്കിലും ഒക്കെ കാണുവടാ. കല്യാണ പെണ്ണല്ലേ, ഇങ്ങനെ ഇറങ്ങി നടക്കണ്ട. നീ റൂമിലിരുന്നോ. അവനെവിടെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാം. ഓക്കെ? പറഞ്ഞു വിടുവൊന്നും വേണ്ട, ഞാൻ ചുമ്മാ ചോദിച്ചതാ, കണ്ടില്ല. ഓക്കെ എന്നാ. ഇവനിത് എവിടെ പോയി? പറഞ്ഞ പോലെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഞാനും കണ്ടില്ലല്ലോ. ഒന്ന് നോക്കാം. കുറച്ചുകൂടി ഒഴുകി കുടിക്കാം. ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാ. എടാ അച്ചു, നീ ഇപ്പൊ എന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഐ ലവ് ഇറ്റ്. കാരണം നീ ഇപ്പൊ എന്നോട് നല്ല മര്യാദയ്ക്കാണ് പെരുമാറുന്നത്. ഓഫ് കോഴ്സ് യു വിൽ ലവ് ഇറ്റ്. ഞാനിത് നിനക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയാണല്ലോ ചെയ്യുന്നത്. ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ പ്രോബ്ലം ഒക്കെ വെച്ച് വെക്കുന്നത്. എന്തായാലും നാളെ നിങ്ങളുടെ കല്യാണമായില്ലേ. അത് 100% ശരിയാണ്. നമ്മൾ തമ്മിൽ എന്തിനു വെറുതെ ഒരു പ്രോബ്ലം. എന്തായാലും ആനുകുട്ടി എൻ്റെ. അപ്പൊ പിന്നെ എന്തിനു നമ്മൾ തമ്മിൽ വെറുതെ വഴക്കിടണം. തീർന്നു, എന്നത്തോടെ എല്ലാം തീർന്നു. അതിനു വേണ്ടി ഒരു ഗ്ലാസ് കൂടെ ഒഴിക്ക്. ആദി, എന്റെ ദൈവമേ, എന്ത് കോലപാടാ ഇത്. അബി, നീയും വന്നോ? വാ, നമുക്ക് കുറച്ചുകൂടി കുടിക്കാം. വാ. എടാ കോപ്പെ, നിർത്തിക്കേ. നാളെ നിന്റെ കല്യാണം, എന്നിട്ട് വലിച്ച് കേറ്റുന്ന കണ്ടില്ലേ? അറിയാം, എനിക്കറിയാം. നാളെ എൻ്റെ കല്യാണമാണ്. എൻ്റെയും എൻ്റെ അനുക്കുട്ടിയുടെയും കല്യാണം. പക്ഷെ ഞാനും ഇവനും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് നാളെ. അതൊക്കെ പറഞ്ഞു തീർത്തതിൻ്റെ പാർട്ടിയാണ് ഇത്. അല്ലടാ അച്ചു? ദേ അച്ചു, നീ ഇതെന്ത് ഭാവിച്ചുകൊണ്ടാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിർത്തിക്കോ എവിടെ വെച്ച്. വെറുതെ എന്നെ നിന്റെ ദേഹത്ത് കൈ വെപ്പിക്കരുത്. മാറി നിൽക്കങ്ങോട്ട്. കടന്ന് ആടുന്ന കണ്ടില്ലേ? നടക്കട അങ്ങോട്ട്. ആ പെണ്ണുങ്ങള് കണ്ടാലുണ്ടല്ലോ, അവള് കുറെ നേരമായി നിന്നെ തപ്പി നടക്കുക. ആര്? അനുക്കുട്ടിയോ? എന്നെ അനുക്കുട്ടീൻ്റെ ഇതാക്കിയാൽ മതി. എന്നെ ആരും പിടിക്കണ്ട. വിടറാ, ഞാൻ സ്റ്റേബിളാ. ഞാൻ നടക്കും. ഞാൻ എൻ്റെ അനുക്കുട്ടീൻ്റെ അടുത്ത് പൊക്കോളും. മാറങ്ങോട്ട്. എടാ ആദി, നിന്നെ എന്ത് കോലവാ ചെറുക്കായത്. നിന്നെ അനു അന്വേഷിക്കുന്നുണ്ട്. ദൈവമേ, ഇവനെ ഇപ്പൊ ഈ കോലത്തെ എങ്ങനെ അവിടെ കൊണ്ടുപോയി നിർത്തും? അമ്മേ, ഞാൻ അധികം കുടിച്ചിട്ടൊന്നുമില്ല. 2 പെഗ് അത്രേ ഉള്ളൂ. ഞാൻ സ്റ്റേബിള്, പേടിക്കണ്ട. സ്റ്റേബിള് മണ്ണാം കട്ട. കൊണ്ടുപോയി പിടിച്ച ഏതെങ്കിലും റൂമിൽ പൂട്ടിയിടറ ഇവനെ. ആ പെണ്ണുങ്ങള് കണ്ട, എന്റെ ദേവി. എന്നെ മുറിയിൽ പൂട്ടിയിടുവൊന്നും വേണ്ട, എനിക്ക് ഒരു കുഴപ്പമില്ല. അനു, നീ എവിടെയാടി? അനു, വിളിച്ച് കൂവാതെടാ ചെറുക്ക. ഉഫ്, ഇവൻ ആൾക്കാരെ വിളിച്ച് കൂട്ടും. എടാ അബി, അവനെ പിടിച്ചേ. എങ്ങനെയും കൊണ്ടേ മുറിയിലാക്കാം. പിടിക്ക്. എന്നെ ആരും പിടിക്കണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞേ. എന്നെ വിട്. ആദി, ഒറ്റൊരെണ്ണം വെച്ച് അന്നാണ്ടല്ലോ. അനു അങ്ങാളം നിന്നെ ഈ കോലത്തിൽ കണ്ട പറയണ്ട. പിന്നെ പിടിക്കടാ അവനെ. അമ്മ എന്തിനാ എന്നെ വഴക്കു പറയുന്നേ? ഞാൻ അത്രയ്ക്ക് കുടിച്ചിട്ടൊന്നും ഇല്ല. എന്റെ ദൈവമേ, ഇവനെയും കൊണ്ട്. ആന്റി, തൽക്കാലം ഇവനെ പിടിക്ക്. ആരും അറിയണ്ട. ആരെങ്കിലും അറിഞ്ഞ നാണക്കേടാ. പിടിക്കിവനെ. കൊണ്ടേ വരെ മുറിയിൽ പൂട്ടിയിടാം. അതാ നല്ലത്. ഓയ് കല്യാണ പെണ്ണേ, എന്താണ് ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കലൊക്കെ? ഞാനെന്ത് ചിന്തിക്കാൻ? ഞാൻ വെറുതെ ഇവിടെ വന്നിരുന്നതാ. ആദ്യേട്ടനാണെങ്കിൽ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കണ്ടതേയില്ല. ഇവിടെയൊക്കെ തപ്പിയിട്ടും കാണുന്നില്ലെന്നേ. അതുകൊണ്ട് ഇവിടെ വന്നിരുന്നതാ. ആദ്യം ഇവിടെ എവിടെങ്ങാനും കാണും, നീ പേടിക്കണ്ട. ഫ്രണ്ട്സ് ഒക്കെ വന്നതല്ലേ, അവരുടെ കൂടെ കാണും. നീ എന്തായാലും അധികം നേരം ഉണർന്നിരിക്കണ്ട, കിടന്നോ. രാവിലെ നേരത്തെ എണീക്കാനുള്ളതല്ലേ. ബ്യൂട്ടീഷ്യനും ഒക്കെ നേരത്തെ വരും. അപ്പോൾ നേരത്തെ എണീക്കേണ്ടി വരും. കിടന്നോ മോളെ അനുക്കുട്ടി. ആദ്യം കിടന്നു കേട്ടോ. ഞാൻ അവനോട് കിടക്കാൻ പറഞ്ഞു. മോളും കിടന്നോ? കിടന്നോ? എന്നാ ഞാനും കിടക്കുക. ഗുഡ് നൈറ്റ്.
കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, എന്തൊരു നിഷ്കളങ്കത. ദാ ആദി, ആദി. എന്തുവാ അമ്മേ, ഞാൻ കുറച്ചു നേരം കൂടി കിടക്കട്ടെ, മാറ്. ആ ശരി, എന്നാ നീ കടന്നു, ഒരു കുഴപ്പമില്ല. ഞങ്ങളെ അനുവിന്റെ അച്ചുവിന്റെയും കല്യാണം അങ്ങ് നടത്തിക്കോളാം. അമ്മേ, എന്ത് വർത്താനമ്മേ പറയുന്നേ? ഞാൻ അത് എണീറ്റു. ഓ, പറഞ്ഞ പോലെ ഇന്ന് എന്റെ കല്യാണമാണല്ലോ അല്ലേ? അതെ, ഇന്ന് നിന്റെ കല്യാണമാണ്. ബാക്കി ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ നീ റെഡിയാവിട്ടാ? ബാക്കി എന്തു പറയാൻ? ഓ, എനിക്കാണെങ്കിൽ തല ഭയങ്കര വേദനിക്കുന്നു. വേദനിക്കൂടാ, തല മാത്രല്ല എല്ലാം വേദനിക്കും. അങ്ങനത്തെ കോലത്തിലല്ലേ ഇന്നലെ നീ ഉണ്ടായിരുന്നേ. എന്തു കോലം? ഞാനെന്ത് കോലത്തിൽ നിന്നു അമ്മ പറയുന്നേ? ദേ, ഇപ്പൊ പറഞ്ഞു നിൽക്കാനൊന്നും സമയമില്ല. ബാക്കിയെല്ലാം ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ റെഡി ആവാൻ നോക്ക്. തുമ്പി, അനുക്കുട്ടി റെഡിയല്ലേ? ആ ആന്റി, അവള് റെഡിയാ. ഫോട്ടോ എടുക്കാൻ പോവാ. ഓ, റെഡിയായോ? സമാധാനായി. മുകളിൽ ആദ്യം റെഡിയായി എന്നാ പറഞ്ഞേ. അമ്മേ, ഇതെങ്ങനെയുണ്ട്? കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. എന്റെ ദേവി, എന്റെ കണ്ണ് തന്നെ തട്ടും. രാധു, വാ ഇറങ്ങാം. മോളെ, എല്ലാരോടും അനുഗ്രഹം മേടിച്ചോട്ടോ. മുത്തശ്ശി, എന്നെ അനുഗ്രഹിക്കണം. എന്റെ അനുഗ്രഹം എപ്പോഴും എന്റെ കുട്ടിക്ക് ഉണ്ടാവും. നന്നായി വരും. ആനന്ദഭോഗം ആജീവകാലം പാശാനുബന്ധം കാലാനുകാലം ദൈവാനുകൂലം കാമ്യാർത്ഥസിദ്ധിം കാമയേ. മധുരൈ മടിയിനിൽ രാധാ രഹസ്യ മധുരൈ മടിയിനിൽ രാധാ രഹസ്യ കാതൽ കണ്ണനിൽ രാധാ രഹസ്യ രാധാ രഹസ്യ മധുരൈ മടിയിനിൽ രാധാ രഹസ്യ മധുരൈ മടിയിനിൽ രാധാ രഹസ്യ കാതൽ കണ്ണനിൽ രാധാ രഹസ്യ. സോ കൂട്ടുകാരെ, ഡാൻസും പാട്ടും ഇല്ലാത്ത എന്ത് കല്യാണമല്ലേ? അതെ, ഒരു ഡാൻസ് എങ്കിലും ഇല്ലാത്ത കല്യാണം ഇന്ന് അപൂർവമാണ്. അപ്പൊ എങ്ങനെയാ, തുടങ്ങുവല്ലേ? കല്യാണത്തിന് വന്നെത്തിയ തുമ്പികളിൽ തുമ്പക്കൊടി അഴകുള്ളിവളാരോ
മുത്തശ്ശി, ഞാൻ ഇറങ്ങുവാണേ. ആ മോളെ പോയിട്ട് വാ. പിന്നെ അവര് നല്ലോണം മോളെ നോക്കുമല്ലോ, മോള് വിഷമിക്കണ്ട. എപ്പോൾ വേണമെങ്കിലും മോക്ക് ഇങ്ങോട്ടും വരാം, മുത്തശ്ശി അങ്ങോട്ടും വരാട്ടോ. തുമ്പി, എന്നെ പ്രത്യേകിച്ച് വിളിക്കൊന്നും വേണ്ട. നീ എന്നെ വന്ന് കണ്ടില്ലെങ്കിലും ഞാൻ നിന്നെ വന്ന് കണ്ടിരിക്കും. ഇനി മിക്കവാറും 24 മണിക്കൂർ ഞാൻ ആദ്യേട്ടന്റെ വീട്ടിലായിരിക്കും. പേടിക്കണ്ട. ഇനി എന്നെയും വിളിക്കണ്ട. അവള് പറഞ്ഞതേ എനിക്കും പറയാനുള്ളൂ. മോളെ അനുക്കുട്ടി, ഇറങ്ങാം. ഒന്നാമതേ നല്ല ലേറ്റായി. ഇനി അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ രാവിലെയൊക്കെ ആവും. ശരി അമ്മേ, ഇറങ്ങാം. മുത്തശ്ശി, ഞാൻ പോയിട്ട് വരാവേ. ആദി, നിങ്ങൾ വേണമെങ്കിൽ റെസ്റ്റ് എടുത്തോട്ടോ, ഉറങ്ങിക്കോ. വണ്ടി ഞാൻ ഓട്ടിച്ചോളാം. കുറച്ചു ദൂരം അച്ഛൻ എടുത്തോ, അത് കഴിഞ്ഞ് ബാക്കി ഞാൻ എടുത്തോളാം. അയ്യോ ജയേട്ടാ, എന്താ പറ്റിയേ? അറിയില്ല, ഏതോ പന്ന വണ്ടീന്റെ ഫ്രണ്ടിലേക്ക് കയറ്റിക്കൊണ്ടുവന്ന ഏതവനാണോ. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഇറങ്ങി നോക്കാം. നിങ്ങൾ അകത്തിരിക്കും. ആദ്യേട്ടാ വേണ്ട, ഇതുപോലായിരുന്നു അച്ഛനും ഇറങ്ങിയത്. ഹയ്യേ, നീ ഇങ്ങനെ പേടിക്കാതെടി. ഇങ്ങനെ പേടിച്ചാ ജീവിക്കാൻ പറ്റുമോ? നീ പേടിക്കണ്ട, ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി നോക്കിക്കോളാം, പോരെ? മോളിങ്ങനെ പേടിക്കല്ലേ, അമ്മയില്ലേ കൂടെ. ഒന്നും നടക്കില്ല കേട്ടോ. ആ, ഇതാര്? കല്യാണശക്കനോ? ആ, അപ്പനും ഉണ്ടല്ലോ കൂടെ. പെണ്ണുങ്ങളൊന്നും ഇല്ലേ? ഡാ, നിനക്കൊന്നും വേറെ പണിയില്ലേ? മനുഷ്യനെ മെനക്കെടുത്താണ്ട് വീട്ടിൽ പോടാ. നമുക്കൊരു പണിയേ ഉള്ളൂ, നിങ്ങളുടെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനമാക്കുക. പിന്നെ ഞങ്ങളുടെ കൂടെ വേറെ 2 സ്പെഷ്യൽ ആൾക്കാർ കൂടിയുണ്ട്. അതിൽ ഒരാളെ കണ്ട നിങ്ങൾ മിക്കവാറും ഞെട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മറ്റേയാളെ നിനക്ക് മനസ്സിലാവില്ല, പക്ഷേ നിന്റെ അപ്പന് നന്നായിട്ട് മനസ്സിലാവും. ഹലോ, എക്സ്ക്യൂസ് മീ. കിടന്നീ വായടിക്കാണ്ട് ആ വിളിക്കുന്ന ആളെ ആരാന്ന് വെച്ച ഒന്ന് വിളിക്ക് സാറേ. എന്റെ ഫസ്റ്റ് നൈറ്റും കളഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഫസ്റ്റ് നൈറ്റ് അത് മോൻ സ്വപ്നം കാണണ്ട. അതെന്തായാലും നടക്കൂല. നടക്കാൻ ഈ അച്ചു സമ്മതിക്കില്ല. ആ, നീയായിരുന്നോ? യവനെ കണ്ടാണോ ഞങ്ങള് സർപ്രൈസ് ആവുന്ന ഇയാൾ പറഞ്ഞത്? അതിനൊന്നും ഒരു സർപ്രൈസും ഇല്ല. ഇവൻ ഇങ്ങനെ എന്തെങ്കിലും ഒപ്പിക്കുമെന്ന് നേരത്തെ അറിയായിരുന്നു. പിന്നെ ഇവൻ മുറച്ചക്കനാന്നും പറഞ്ഞു നിൽക്കുന്നത് വായി നോക്കാനല്ലല്ലോ. ഇങ്ങനെ എന്തെങ്കിലും ഒപ്പിക്കുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. എല്ലാം കരുതിക്കുട്ടിയാണ്. സോ പേടിക്കണ്ട. നിനക്ക് ശരിക്കുള്ള സർപ്രൈസ് ഞാൻ ഇപ്പൊ തരാം മോനെ ആദി. ഓ, കാണിച്ചു തരണമേ. അടിയെ ഇവിടെ കാത്തിരിക്കുകയാണ്. ആദ്യേട്ടാ, തെണ്ടി ഷർട്ട് നാശാക്കി. ജയേട്ടാ, മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല, ഇറങ്ങിയേ പറ്റൂ. രാമുവിന്റെ ദേഹത്ത് കൈവച്ചത് നിങ്ങളാന്ന് അറിഞ്ഞപ്പോ തൊട്ട് നിങ്ങൾക്കിട്ടൊന്ന് ഒഴിഞ്ഞു വെച്ചേക്കുക. കണക്ക് നമുക്ക് ഇന്നത്തോടെ തീർക്കണം. എല്ലാം ഇന്നത്തോടെ തീർക്കണം. അതുകൊണ്ടാ ഞാൻ തന്നെ നേരിട്ടിറങ്ങിയത്. ഹാ, ഇതാര്? മിസ്റ്റർ ചന്ദ്രശേഖരനോ? എപ്പ ജയിലിൽ നിന്ന് ഇറങ്ങി? ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് കൊറേ ആയി. നീയൊക്കെ നാട്ടിലേക്ക് തിരിച്ച് കാലുകുത്താൻ കാത്തിരിക്കുമായിരുന്നു. ഞങ്ങള് കാലും കുത്തി കൈയും കുത്തി. എന്റെ അപ്പ ഒന്ന് വർത്താനം പറഞ്ഞു നിൽക്കാതെ വേഗം വരുവോ? എന്റെ ഫസ്റ്റ് നൈറ്റ് പോയി. നീയൊക്കെ കൂടി എനിക്ക് ഉണ്ടാക്കി വെച്ചിട്ട് പോയത് കോടികളുടെ നഷ്ടം. അതിന് പരിഹാരം ഞാൻ വരുത്തിക്കും. തീർക്കട എല്ലാത്തിനെയും. അപ്പ ഇത് ശരിയാവില്ല. ഒരു വട്ടം ഞാൻ നിനക്ക് വാണിംഗ് തന്നതാ. പൊന്നു മോനെ, എൻ്റെ അപ്പൻ ഇവിടുന്ന് ജോലി മതിയാക്കിയെന്ന് വെച്ചിട്ടേ മുഴുവൻ പണിയും വിട്ടു എന്ന് വിചാരിക്കരുത്. വെറുതെ എന്തിനാ മക്കളെ കൈക്ക് പണിയാവുന്നേ? എഴുന്നേറ്റ് പോടാ. പേടിക്കണ്ട, നിങ്ങളെ താലോലം കൊണ്ടുപോകാനുള്ള ആൾക്കാർ വരുന്നുണ്ട്.
ബൈ ബൈ, ടാറ്റ, പിന്നെ കാണാം. അപ്പൊ എങ്ങനെയാ ബേബി, പോവല്ലേ? പിന്നല്ല, പോവാലോ. ഐ ആം റെഡി. അതാണ് എന്റെ പെണ്ണ്. അപ്പൊ ബൈ, സീ യു സൂൺ അറ്റ് ദ നെക്സ്റ്റ് പാർട്ട്.